പച്ചപ്പ് നിറഞ്ഞ മനോഹരമായ ഭൂപ്രദേശമായിരുന്നു പുഞ്ചിരി മട്ടം. എന്നാൽ ഇന്നത് മരണം താണ്ഡവമാടിയ പ്രദേശമാണ്. ജീവഹാനി സംഭവിച്ചും സ്വത്തുക്കൾ നഷ്ടപ്പെട്ടും ഒറ്റപ്പെട്ട നിലയിലാണ് ഈ ഗ്രാമം. എസ് ശ്രീകാന്ത് തയ്യാറാക്കിയ റിപ്പോർട്ട്. ഇന്ന് രാവിലെ കയറിയെത്തിയതാണ് ഈ പുഞ്ചിരി മട്ടത്തേക്ക്. ഇവിടുത്തെ നാശനഷ്ടങ്ങളുടെ കണക്ക് എത്രത്തോളം വരും എന്നുള്ളത് ഈ സ്ഥലത്തേക്ക് വന്നാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. ഇത് നോക്കൂ, ഏതെങ്കിലും ഒരു മനുഷ്യന്റെ ജീവിതോപാധി ആയിരുന്നിരിക്കണം ഈ ജീപ്പ്. ഇതുപയോഗിച്ച് ഇതിൽ നിന്നും വരുമാനം കണ്ടെത്തിയൊക്കെ ആയിരുന്നിരിക്കണം ഈ മനുഷ്യൻ ജീവിച്ചിരുന്നത്. ഒരു ഇരുചക്ര വാഹനം കിടക്കുന്ന രംഗം അത് നമുക്കിവിടെ കാണാൻ സാധിക്കും. നഷ്ടങ്ങളുടെ കണക്കെടുപ്പ് വളരെ വലുതാണ്. മറ്റൊരു ഇരുചക്ര വാഹനം ഇവിടെ കാണാം. ഒരു വീട് ജനൽ ചില്ലുകളൊക്കെ പൊട്ടി തകർന്ന് തരിപ്പണമായി കിടക്കുന്ന ദൃശ്യങ്ങൾ കാണാം. അതായത് നഷ്ടങ്ങളുടെ കണക്കെടുപ്പിന് ഈ പുഞ്ചിരിമട്ടത്തേക്ക് ഇറങ്ങിയാൽ അത് ഇന്നോ നാളെയോ ഒന്നും തന്നെ തീരില്ല എന്നുള്ളതാണ് സത്യം. ഇവിടെ ഒരു വീട് നമുക്ക് കാണാനുണ്ട്. ഒന്ന് അകത്തേക്ക് വരികയാണെങ്കിൽ ഒരു കുടുംബം വളരെ സന്തോഷത്തോടെ സമാധാനത്തോടെ കഴിഞ്ഞിരുന്ന ഒരു വീട് അതാണ് ഈ കാണുന്നത്. പക്ഷേ ഒരു രാത്രിയിൽ ഇതെല്ലാം ഉപേക്ഷിച്ച് അവർക്ക് ഇവിടെ നിന്നും ഇറങ്ങി ഓടേണ്ടി വന്നു. ജീവനും കയ്യിൽ പിടിച്ച് അവർക്ക് ഇവിടെ നിന്നും ഇറങ്ങി ഓടേണ്ടി വന്നു എന്നുള്ളതാണ് ഏറ്റവും വിഷമിപ്പിക്കുന്ന, ഏറ്റവും ദുഃഖിപ്പിക്കുന്ന കാര്യം. അവരുടെ കൺമുന്നിലൂടെയാണ് ഒട്ടനവധി ആളുകൾ ഒരു പക്ഷേ ഒലിച്ചു പോയിട്ടുണ്ടാവുക. അത് ആ വേദന, ആ കാഴ്ച കണ്ടതിന്റെ നടുക്കം അവരെ വിട്ടുമാറാൻ പോകുന്നതുമില്ല. നിലവിൽ ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും ഒട്ടനേകം വീടുകൾ, വാഹനങ്ങൾ ഒക്കെ തന്നെ തകർന്ന് തരിപ്പണമായി കിടക്കുന്ന ഈ പുഞ്ചിരിമട്ടത്തെ പ്രദേശം. ഈ ഭാഗത്തൊക്കെ തന്നെ ഇന്ന് രക്ഷാപ്രവർത്തനത്തിനുള്ള സംഘം എത്തി. ഈ പ്രദേശത്തൊക്കെ തന്നെ അവർ രക്ഷാദൗത്യം നടത്തി. പക്ഷെ ഇവിടെ നിന്നൊന്നും ഇതുവരെയും മൃതദേഹങ്ങളൊന്നും തന്നെ വീണ്ടെടുക്കാൻ സാധിച്ചിട്ടില്ല. ദേ മുനീഫി, ഈ ദൃശ്യങ്ങൾ കൂടി കാണിക്കാം. ഇതൊക്കെ ഒന്ന് അകത്തേക്കൊന്നും പോയി നമുക്കതൊന്ന് കാണിച്ചു കൊടുക്കാൻ പോലും സാധിക്കുന്നില്ല. കാരണം അത്രയധികം ചെളിയും കല്ലും മണ്ണും ഒക്കെ അകത്തേക്ക് കയറി കിടക്കുകയാണ്. ആ ഉള്ളിലേക്കൊന്ന് നോക്കിയാൽ മനസ്സിലാവുകയും ചെയ്യും. നിലവിൽ ഇത് നമ്മുടെ നാടനാണിത്. ഇത് നമ്മളെ കുടുംബമാണ്. KP മൻസൂറിന്റെ വീടാണിത്. അത് നാസർ ഖാന്റെ വീടാണ്. ഇതൊക്കെ നമ്മൾ അറിയണമല്ലോ. നിങ്ങൾ ഇവിടെ താമസിക്കുന്ന ആള് തന്നെയാണ്? ചൂരമ്മലാണ് നമ്മളെ വീട്. ഇവിടെ നമ്മൾ വർക്ക് ചെയ്യാൻ വരുന്നത്. ഈ ഇൻഡസ്ട്രിയിൽ വർക്കൊക്കെ നമ്മൾ ചെയ്തതാ. നമ്മളെ കുടുംബവും കൂടിയാണ് ഇവര്. അന്ന് യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചെന്നുള്ളത് എന്തെങ്കിലും? ചൂരമ്മലക്കാർക്ക് വരെ ഇതിന്റെ സൗണ്ട് കേട്ടിക്കണേ ഞങ്ങൾ. അത്രയും ഭയാനകമായ സൗണ്ടായിരുന്നു. ഈ ആളുകളൊക്കെ തന്നെ ഇപ്പൊ എവിടെ ഉണ്ടെന്നല്ല പണി സേഫാണെന്ന് പറഞ്ഞു വിളിച്ചിരുന്നു. ബാക്കി ഈ ഭാഗത്തുള്ളവരെ കുറിച്ചൊക്കെ എന്തെങ്കിലും ധാരണയോ? നമ്മൾ അമ്മോനുണ്ട്, ഒരു നെടുമ്പാലൊക്കെ മാറിയിക്കണേ. അങ്ങനെ കുറച്ചാൾക്കാരൊക്കെ മാറിയിട്ടുള്ളൂ. എല്ലാവർക്കും ഒന്നും. ഏകദേശം എത്ര വീടുകൾ ഉണ്ടാവും ഈ പ്രദേശത്ത്? ഒരു 100 വീടൊക്കെ ഉണ്ടാവും. ഒരു 500 ആളുകളൊക്കെ വരുമായിരിക്കും അല്ലേ? വരും, അത്രയൊക്കെ ഉണ്ടാവും. ഇവിടെ ഉണ്ടായിരുന്ന വീടുകളെല്ലാം എടുത്തു പോയിട്ടുണ്ട് എന്നുള്ളത്? പോയിട്ടുണ്ട്. നല്ല വീടുകളായിരുന്നു, വലിയ അത്യാവശ്യം തിരക്കേടില്ലാത്ത വീടുകളാണ്. അതിലുള്ള ഭാഗത്തു കൂടെയാണ് മൊത്തം ഒലിച്ചു പോയി. ഇത് ഒന്ന് ശരിയാക്കി എടുക്കാനും ഇവിടേക്ക് താമസം മാറാനും ഒരുപാട് കാണുമ്പോൾ തന്നെ ഭയങ്കര ബേജാറപ്പോ. മഴ പെയ്യുമ്പോഴേ ആകെ പേടിച്ച് പറിച്ചിട്ടപ്പം നിൽക്കല്. ശ്രീകാന്ത് തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ടാണ് നമ്മൾ കണ്ടത്.